ബ്യൂട്ടിഫുൾ സോങ്സ്. നമ്മളുടെ ഫ്രണ്ട്സും നമ്മളുമായിട്ട് പലതരത്തിൽ ഭയങ്കര കണക്ഷൻ വരും. പക്ഷേ പ്രോബ്ലംസ് കണക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ടോ? ഒരുപാട് പേരുണ്ട് അല്ലേ? നമ്മളുടെ അതേ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ അതേ പ്രശ്നങ്ങൾ അതേപോലെ അനുഭവിക്കുന്ന ചില ഫ്രണ്ട്സും നമുക്കുണ്ടാവും. അത് ഒരാളാവില്ല, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ വൈബ് എന്താണെന്ന്. അത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ അടുത്തൊരു കാര്യം വായിച്ചു, യുവർ വൈബ് അട്രാക്ട്സ് യുവർ ട്രൈബ് എന്ന്. നമ്മൾ മലയാളത്തിൽ അതിന് വേറെ പഴഞ്ചൊല്ലൊക്കെ പറയും, പക്ഷേ ഇത് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണം അതാണ്, നമ്മളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ വൈബ് എന്താണോ, നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്നത് എന്താണോ, അത് തന്നെയാണ് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മളായിട്ട് കണക്റ്റഡ് ആവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലപ്പോൾ ചില ആളുകൾ പെട്ടെന്ന് അങ്ങ് നമ്മളുടെ അടുത്ത് നിന്ന് അകന്നു പോകും, ചില ആൾക്കാരായിട്ട് കണക്ഷൻ പെട്ടെന്ന് അങ്ങ് വിട്ടുപോകും. അതെന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ വൈബായിട്ട് നമ്മൾ സെറ്റാവില്ല. അത് അവർ മോശമായിട്ടോ നമ്മൾ മോശമായിട്ടോ അല്ല, നമ്മളുടെ വൈബ് സെറ്റാവില്ല. നമ്മൾ കണക്റ്റ് ആവുന്നത് നമ്മൾക്ക് പറ്റിയ ആൾക്കാർ, നമ്മളുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരായിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആവണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വൈബ് എന്താണ്. നമ്മുടെ വൈബൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മാറാൻ പറ്റും, ബെറ്റർ ആയിട്ടുള്ള എന്തിലേക്ക് മാറാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരാളും മോശമാണെന്നല്ല, പക്ഷെ നമ്മളുടെ വൈബാണ് നമ്മളുടെ പ്രശ്നം പലപ്പോഴും. അത് നമ്മൾക്ക് അറിയുന്നില്ല. നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും കുറ്റപ്പെടുത്തലും പരാതികളൊക്കെ ആയിട്ട് നടക്കും. പക്ഷെ നമ്മുടെ വൈബിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ഇന്നർ സെൽഫിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് ഒരേപോലെയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ പ്രശ്നങ്ങളുള്ള എത്ര പേര് നമ്മുടെ ചുറ്റുമുണ്ട്, ഇവരെ നമ്മൾ എങ്ങനെയാണ് കണക്റ്റഡ് ആയത് അല്ലേ? ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റാകുന്നേ. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.